രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ കല്യാണം നടത്തുമ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചേ നടത്താവൂ. ഇതിന് വിലയില്ല. നിങ്ങൾ അമ്പലത്തിൽ താലി കെട്ടി എന്നുള്ളതുകൊണ്ട് പള്ളി കൊണ്ടുപോയി കൈ പിടിച്ചു കൊടുത്തു എന്നുള്ളതിന് വിലയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ടിനെ വിലയുള്ളൂ. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അവരാക്രമിച്ചു. ഇവിടെ ഒന്ന് ലിവിങ് ടുഗദർ ആകാമല്ലോ. ഇതിലായിരുന്നു മന്ത്രി അപ്പൂപ്പന്മാർ ഓടി വന്നത്. കേരള മോഡൽ ആണ് ഏറ്റവും മികച്ച മോഡൽ. അവാർഡ് കൊടുത്തതൊക്കെ എന്ന് പറയുന്നത് ഇത് കേരളം പുറത്തു കൊടുത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ല. ഇത് ഇന്റർനാഷണലി കേരളത്തിന് വരുന്ന നല്ല പേരുകളാണ്. അപ്പോ ഈ നല്ല പേര് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം എന്ന് മുന്നിലായിരുന്നു. ആ മുന്നിലായ കേരളത്തെയാണ് ഇവർക്കൊക്കെ നയിക്കാൻ കിട്ടി. അതുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മുന്നിലാണ്. ഇപ്പോ ഉത്തരേന്ത്യയിൽ നമ്മുടെ കേന്ദ്ര സർവകലാശാലകളിൽ മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ. ജവഹർലാൽ നെഹ്റു, അലിഗഡ്, ഇതിലൊക്കെ മലയാളി കുട്ടികൾ അടിച്ചു കയറിയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മാർക്ക് ലിസ്റ്റ് അവിടുത്തെ മാർക്ക് ലിസ്റ്റ് കൂടി നോക്കുമ്പോൾ കൊട്ടക്കണക്കിനാണ് ഇവിടുത്തെ +2 കഴിഞ്ഞിട്ടുള്ള മാർക്ക്. അപ്പൊ ഇവരെ മുന്നിൽ വരും. അവർ പ്രവേശന പരീക്ഷ വെച്ചു. ഇപ്പൊ അവിടെ കോപ്പി അടിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഉണ്ട് എന്നുള്ളത് നഗ്നമായ സത്യം. എങ്ങനെയാലും വേണ്ടിയിലും ഒന്ന് പാസ്സായി പോകണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ അമ്പലത്തിൽ വിവാഹം നടക്കണമെങ്കിൽ കൃത്യമായി നിയമമുണ്ട്. 2 ഹിന്ദുക്കളുടെ കല്യാണമേ നടത്താവൂ. മനസ്സിലായോ? അതിന് കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് മറ്റേനുണ്ട്. 2 വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ കല്യാണം നടത്തുമ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചേ നടത്താവൂ. ഇതിന് വിലയില്ല. നിങ്ങൾ അമ്പലത്തിൽ താലി കെട്ടി എന്നുള്ളതുകൊണ്ട് പള്ളി കൊണ്ടുപോയി കൈ പിടിച്ചു കൊടുത്തു എന്നുള്ളതിന് വിലയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ടിനെ വിലയുള്ളൂ. അവിടെ മതപരമായ ചടങ്ങിന് 2 വ്യത്യസ്ത മതവിഭാഗക്കാർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ മതചടങ്ങിന് പ്രാധാന്യമില്ല. അവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട്, മറ്റത് വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ മതി. ഇതല്ല. ആ വിവാഹത്തിനൊരു പ്രസക്തിയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്ട്രാർ ഓഫീസിലാണ് ഇതിന്റെ തീരുമാനം വരേണ്ടത്. 30 ദിവസം പരാതികളൊന്നും ഇല്ല. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ നടത്താവുള്ളൂ. ഒരാൾ പോയി അമ്പലത്തിന് മുന്നിൽ പോയി ഗുരുവായൂരൊക്കെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ മാലയിടുന്നുണ്ട്. പക്ഷെ അതിന് വാലിഡിറ്റി ഇല്ല. വാലിഡിറ്റി സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചാണ്. അവിടുത്തെ നിയമപ്രാബല്യം വേണോ 2 ഹിന്ദുക്കളുടെ വിവാഹമേ അവിടെ നടത്താൻ പാടുള്ളൂ. അതിന് ക്ഷേത്രത്തിന് അവകാശമുള്ളൂ. അല്ല, നിങ്ങളൊരു വിവാഹം നടത്തി കൊടുക്കാൻ ക്ഷേത്രത്തിന് അവകാശമില്ല. ഒരാൾ വന്ന് കഴിക്കുന്നോണ്ട് നോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ രജിസ്റ്റർ ഓഫീസിൽ വിവാഹം നടക്കണം. ഇപ്പൊ ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതിന്റേതായിട്ടുള്ള നിയമ നടപടികളും കാര്യങ്ങളുണ്ട്. അതിന്റേതായിട്ടൊരു പ്രോസസ് ഉണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ ആ ഒരു വിഷയം ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും, അത് ഏത് മതത്തിലുള്ള ആയിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരും ആയിക്കോട്ടെ, അവർ ഒരുമിച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, തമ്മിൽ പ്രണയിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അവരാക്രമിച്ചു. അവർക്ക് ഇനി ഇവിടെ വന്ന് ലിവിങ് ടുഗദർ ആകാമല്ലോ. എന്തിനായിരുന്നു മന്ത്രി അപ്പൂപ്പന്മാർ ഓടി വന്നത്? ഈ 30 ദിവസം ലിവിങ് ടുഗദർ അവർ ലൈംഗിക ബന്ധത്തിൽ പറഞ്ഞാലും കൂടി നിയമത്തിലൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ചോദിക്കാൻ പറ്റുമോ? കാരണം ഇന്ന് ധാരാളം കുട്ടികൾ ലിവിങ് ടുഗദർ നടത്തുന്നുണ്ട്. കേരളത്തിലടക്കം ലിവിങ് ടുഗദർ ഉണ്ട്. ഇവർ 30 ദിവസം ലിവിങ് ടുഗദർ ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ വയ്യ. അപ്പൊ എന്തിനായിരുന്നു ഈ ആർഭാട കല്യാണം? എന്തിനായിരുന്നു ഭരണകൂടം അടക്കം അതിന് നേതൃത്വം കൊടുത്തത്? അത് നമ്മുടെ പ്രതിച്ഛായക്ക് കളങ്കം ഏൽപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾ വേറൊരു ലൈനാണ് എന്ന് പ്രകടിപ്പിക്കാൻ തന്നെയാണ് ഇത് ചെയ്തത്. ലിവിങ് ടുഗദറിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഫർഹാൻ കൊണ്ടുവന്നിട്ട് മോണോലിസയെ പാർപ്പിച്ചാൽ ഒരു ഹൈന്ദവ സംഘടനയ്ക്കും ഒന്നും പറയാൻ പറ്റില്ല അതില്. കാരണം അതിനുള്ള കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുസരിച്ചാണ് അവർ നിൽക്കുന്നത്. ഒരു പക്ഷെ അത് കേസായാൽ ഈ കുട്ടിക്ക് 18 വയസ്സായില്ലെങ്കിൽ പോക്സോ കേസ് പ്രകാരം ഫർഹാൻ അകത്ത് പോകും. 18 വയസ്സായെങ്കിൽ ഒരു നിയമത്തിന് അവരെ തൊടാൻ പറ്റില്ല. അവർക്ക് ലിവിങ് ടുഗദർ നടത്താമല്ലോ. നീ കേരളം സുരക്ഷിതമാണെങ്കിൽ ഇവിടെ തന്നെ ലിവിങ് ടുഗദർ നടത്താമല്ലോ. ഇവിടെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ 30 ദിവസം കാത്തുനിന്ന് കല്യാണം കഴിക്കാമല്ലോ. എന്റെ ചോദ്യം, ഈ ഭരണകൂടം എന്തിനീ കല്യാണം നടത്തി കൊടുത്തു? ഇത്ര ചെണ്ട എടുത്ത് കൂട്ടിയിട്ട് ഭരണകൂടം എന്തിന് ഈ കല്യാണം നടത്തി കൊടുത്തു? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് ഉത്തരേന്ത്യയിൽ നെഗറ്റീവായി പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് എരന്നു വാങ്ങിയതാണ് ഇതിവിടെ. അങ്ങനെ ചർച്ച ചെയ്യണം എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് അതിവിടെ മുന്നിട്ട് നടത്തിയത്. അല്ലെങ്കിൽ ഒരു അല്പം ചിന്ത ഭരണകൂടത്തിന് വേണ്ടേ? നമ്മുടെ പെൺകുട്ടികളെ പറ്റിയിട്ട് നമ്മളെന്താ ചിന്തിക്കുക? ഈ ഭരണകൂടത്തിന് ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടെന്നാണ് കാണേണ്ടത്. കാരണം ഇന്ന് പലതരം കെണികളിൽ കുട്ടികൾ പോയി പെടുകയാണ്. മുഴുവൻ മതമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ സെക്സ് റാക്കറ്റ് ഉണ്ടാകാം, അല്ലേ? പ്രേമം നടിച്ച് ചതിക്കാൻ വേണ്ടിയാകാം, കല്യാണം എന്നൊരു അടവ് നാട്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയാകാം. ഇതൊക്കെ ആദ്യം ചിന്തിക്കേണ്ടത് ഭരണകൂടമല്ലേ? 2 പേര് ഓടിയിട്ട് വന്നാൽ അതിന്റെ വേറെ ഒന്നും അന്വേഷിക്കാതെ നിയമം അനുവദിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് എന്നാ പിടിച്ചാൽ പറഞ്ഞു ഉച്ചയ്ക്ക് വന്നാൽ വൈകുന്നേരം കല്യാണം കഴിച്ചു കൊടുക്കുക.
കുറച്ചും കൂടെ അന്വേഷിച്ച് ഉപദേശിക്കാൻ പറ്റുന്നിടത്ത് ഉപദേശിച്ച് ഒരു തരത്തിലും പിന്മാറുന്നില്ല എന്നുകൊണ്ട് കണ്ടാലല്ലേ ഈ നിയമ കല്യാണം നടത്തുന്നുള്ളൂ. അപ്പോൾ നിയമലംഘനമാണ് ഇവിടെ നടത്തിയത്. കേരളത്തെ കരുതി കൂട്ടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേരളത്തിനൊരു നെഗറ്റീവ് പ്രതിച്ഛായ ഉണ്ടാക്കുക. ഈ വില്ലന്മാർക്ക് എങ്ങനെയാണ് അറിയപ്പെടേണ്ടത്? അവര് മറ്റേ സൽസ്വഭാവിയാണ് എന്ന് അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കില്ല. വില്ലന്മാർക്ക് സമാജത്തിൽ എങ്ങനെയാണ് അറിയേണ്ടത്? ഗുണ്ടകൾക്ക് അറിയേണ്ടത് ഞാൻ ഗുണ്ടയാണെന്നാണ്. അയ്യോ അവൻ കാരുണ്യവാനാണ് എന്നറിഞ്ഞാൽ അവൻ്റെ കച്ചവടം മുട്ടും. അതുകൊണ്ട് അവൻ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ഞാൻ ആളെ വെട്ടും കൊല്ലും, അത് ചെയ്യും ചിലപ്പോൾ അവൻ്റെ വേഷഭൂഷാദികൾ പോലും അതുപോലെ ആയിരിക്കും. സിനിമയിലൊക്കെ പണ്ട് വില്ലനെ വരുമ്പോൾ ഒന്നും ഒരു കണ്ണേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണ്. കാരണം അവൻ്റെ ഐഡന്റിറ്റി അതാണ്. അവൻ അറിയപ്പെടാൻ, അവൻ ഒരിക്കലും കാരുണ്യവാനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ കേരളം ഒരിക്കലും മര്യാദയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഭരണകൂടം അടക്കം ആഗ്രഹിക്കുന്നത് ഇത്തരം നെഗറ്റീവുകളുടെ ഒരു കലവറയാണ് കേരളം എന്ന് പുറത്തേക്ക് ചെണ്ട കൊട്ടി അറിയിക്കുകയാണ്. നന്മകളുടെ നാടല്ല, ഇത്തരം നെഗറ്റീവുകളുടെ ഒരു നാടാണ് കേരളം. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു മതമാറ്റത്തിന് അവിടുത്തെ നിയമമുണ്ട്. അവിടെ മതമാറ്റങ്ങൾക്കനുസരിച്ച് നിയമമുണ്ട്. ആരെങ്കിലും ഒരു മതമാറ്റത്തിന് അവിടെ ചെന്ന ഒരാൾ അറസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഭരണകൂടമാണ് മണ്ടിച്ചെല്ലുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയമാണ് മണ്ടിച്ചെല്ലുന്നത്. അതൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, ആ വ്യക്തിയോ അവരുടെ സംഘടനയോ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ കേരളം മൊത്തം ഇടപെടുകയാണ്. അപ്പോൾ ഇത് കേരളം മൊത്തം അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണമെന്നാണ് അവർ ചിന്തിക്കുക. കേരളത്തിന്റെ മൊത്തം പിന്തുണയോടുകൂടിയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന നിലയിൽ നമുക്ക് അങ്ങനെ അറിയണം എന്നാണ്. ഒരു ഗുണ്ടയ്ക്ക് ഗുണ്ടയായി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ കേരളത്തിലെ ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഇന്ത്യയിലെ നെഗറ്റീവ് സ്റ്റേറ്റ് ഞങ്ങളാണ്, ഞങ്ങൾക്ക് ആ ഒരു പട്ടം മറ്റാരും അല്ലെ തരാതിരിക്കരുത് എന്നും അതിനു വേണ്ടിയുള്ള വേഷം കെട്ടുകളാണ്. അപ്പോൾ ഒറ്റക്കണ്ണ് കാണും, മുറിവിന്റെ പാട് കാണും അല്ലെ, ആ സംസാരം ആ രീതിയിലാകും, കയ്യിൽ ചിലപ്പോൾ ആയുധം കൊണ്ട് നടക്കും. കൊണ്ട് അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഒന്നിനും ധൈര്യം ഉണ്ടാവില്ല, എന്നാലും ആയുധം കൊണ്ടാവും നടക്കുന്നത്. അതുപോലെ കേരളം അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ഈ കേരളത്തിന് പുറത്ത് വരുന്ന ഒരു നെഗറ്റീവ് ഇമേജ് കേരളം തന്നെ ഉണ്ടാക്കി എടുക്കുന്നു, അല്ലെങ്കിൽ കേരളം തന്നെ പുറത്ത് കൊടുക്കുന്ന ഒരു ഇമേജ് ആണെന്നാണ് ടീച്ചർ പറയുന്നത്. കേരളം അങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണലി പോലും ആൾക്കാർ എടുത്തു പറയുന്ന ഇന്റർനാഷണൽ മീഡിയാസ് പോലും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ കേരളത്തിലെ നമ്മുടെ കൊറോണ നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ഇന്ത്യ വിടും പുറത്ത്, അതായത് BBC പോലെയുള്ള ഇന്റർനാഷണലി ഉള്ള കേരള മോഡൽ ആണ് ഏറ്റവും മികച്ച മോഡൽ ലോകമെമ്പാടും എന്ന് പറയുന്നത്. ഇത് കേരളം പുറത്തു കൊടുത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ല, ഇത് ഇന്റർനാഷണലി കേരളത്തിന് വരുന്ന നല്ല പേരുകളാണ്. അപ്പോൾ ഈ നല്ല പേര് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഇത് ഞാൻ ചോദിക്കട്ടെ, നല്ല പേര് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യം. കേരളത്തിലെ വിദ്യാഭ്യാസം അതിവിടെ പറഞ്ഞു, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുന്നേ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൽ മുന്നേ നിൽക്കുന്ന സംസ്ഥാനമാണ്. കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയത് കേരള സർക്കാരല്ല, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് കേരള സർവകലാശാലയായിട്ട് മാറിയത്. അപ്പൊ അന്ന് പോലും അതിലേക്ക് പിന്നെ പ്രഗത്ഭരെ കൊണ്ടുവന്ന് വൈസ് ചെയർമാൻ ആക്കണം എന്നൊക്കെയുള്ള അത്രയും ശ്രദ്ധയോടുകൂടിയാണ് അവർ പോയത്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം എന്നും മുന്നിലായിരുന്നു. ആ മുന്നിലായ കേരളത്തെയാണ് ഇവർക്കൊക്കെ നയിക്കാൻ കിട്ടിയത്. അതുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മുന്നിലാണ്. മറ്റു സംസ്ഥാനങ്ങൾ വളരെ പിന്നിന്നാ തുടങ്ങുന്നത്. കാരണം അവർ വൈദേശിക ഭരണത്തിന്റെ വലിയ കെടുതികൾ കേരളം അനുഭവിച്ചിട്ടില്ല. മറിച്ച് ഉത്തരേന്ത്യ ഒന്നും അതല്ല, അവരുടെ വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ പൂർണ്ണമായി അനുഭവിച്ചിട്ടുണ്ട്. അതൊരു 1000 വർഷത്തെ വൈദേശിക എന്താ പറയട്ടെ, സ്ത്രീ വിദ്യാഭ്യാസത്തിലൊക്കെ ഏറെ പിന്നോട്ട് പോകാൻ അവിടുത്തെ പല മതഭരണകൂടങ്ങളും കാരണമായിട്ടുണ്ട്. സ്ത്രീകൾ പഠിക്കരുത്, അവർ അകത്തളങ്ങളിൽ ഇരിക്കേണ്ടവരാണ് എന്ന് തുടങ്ങിയ സന്ദേശം ഇതൊന്നും കേരളത്തിന് ബാധിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസമാണെങ്കിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുന്നിലാണ്. ഇപ്പൊ നമ്മൾ വലിപ്പം പറയണത് മറ്റുള്ളവർ പുച്ഛിക്കും നമ്മളെ. കാരണം ഇപ്പൊ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്ത് മേന്മ മലയാളിക്ക് ഉണ്ടെന്നായി പറയുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. IAS സെലക്ഷൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ, IPS സെലക്ഷനിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നമ്മുടെ കേന്ദ്ര സർവകലാശാലകളിൽ മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ. ജവഹർലാൽ നെഹ്റു, അലിഗഡ്, ഇതിലൊക്കെ മലയാളി കുട്ടികൾ അടിച്ചു കയറിയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മാർക്ക് ലിസ്റ്റ് അവിടുത്തെ മാർക്ക് ലിസ്റ്റ് കൂടി നോക്കുമ്പോൾ കൊട്ടക്കണക്കിനാണ് ഇവിടുത്തെ +2 കഴിഞ്ഞിട്ടുള്ള മാർക്ക് വരുന്നത്. അപ്പോൾ ഇവരെ മുന്നിൽ വരുള്ളൂ. അവർ പ്രവേശന പരീക്ഷ വെച്ചു. ഇപ്പം എവിടെ എത്തി? ഇപ്പോൾ ഒരു വർഷം നാമമാത്രമായ മലയാളി കുട്ടികളാണ് കയറുന്നത്, പ്രവേശന പരീക്ഷ വെച്ചു. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് നമ്മുടെ SSLC +2 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ SLC ഒക്കെ ഒന്ന് തോറ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ അത്രയും അത്യധ്വാനം ചെയ്യണം. ഞാൻ ദീർഘകാലം SLCക്ക് പഠിപ്പിച്ച ആളാണ്, ഒരുപാട് കാലം. അപ്പം ഞാൻ മക്കളോട് പറയുന്നത്, മക്കളെ തോൽക്കണമെങ്കിൽ നിങ്ങൾ അത്യധ്വാനം ചെയ്യണം കേട്ടോ, കാരണം വേറെ ആരും വിചാരിച്ചാലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം കിടക്കുന്നത്. അപ്പോൾ കാരണം എങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും. ഞങ്ങളൊക്കെ പരിശ്രമിച്ചിരുന്നത് അതന്നെ. 10 മാർക്ക് കിട്ടിയ പാസ്സാവെങ്കിൽ ഈ 10 മാർക്കിന് വേണ്ടത് മാത്രം ഉരുട്ടി വായലിട്ട് കൊടുത്തിട്ട് ആ 10 മാർക്ക് ഉണ്ടാക്കിയാൽ ഞങ്ങൾ ജയിച്ചു.
ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ് മുഴുവനും നോക്കിയിട്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി തോറ്റിട്ട് എനിക്ക് വലിയ സങ്കടമായിരുന്നു. കാരണം ഒരു കുട്ടിക്ക് പാസ്സാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ബണ്ട് വരുന്നു, എന്താ അവന് മറ്റേ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, എൻ്റെ ഉച്ചയ്ക്ക് ബാങ്കിൽ ജോലി കിട്ടിയായിരുന്നു. ഞാൻ അപ്പോൾ പൊട്ടത്തരം പറയാമെന്ന് വെച്ചു. കാരണം ഇവൻ തോറ്റത് അവനെ ഞാൻ അന്ന് ഒന്നും ചെയ്തില്ല എന്നുള്ളത്, കാരണം എൻ്റെ ക്ലാസ്സിൻ്റെ അന്തസ്സ് പോയില്ലേ വെച്ചിട്ട്. അപ്പോൾ സംഗതി സത്യ, അവന് മെയിൻ ഇയർ സ്റ്റാഫായിട്ട് കിട്ടി. അവ SLC തോറ്റത് അവർക്ക് വേണ്ടത്, ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ SLC തോറ്റത്, അതുകൊണ്ട് അവന് ജോലി കിട്ടിപ്പോയി. അപ്പം നമ്മളിങ്ങനെ എന്തിനെന്നറിയാതെ കുത്തിപ്പഴിപ്പിച്ച് കയറ്റി മിനിമം മാർക്ക് കിട്ടി പാസ്സായാൽ നമ്മൾ ഭരണകൂടത്തിൻ്റെ മേന്മയായിട്ടാണ് പറഞ്ഞത്. 99% ജയിച്ചു. ഗുജറാത്തിൽ ജയിക്കുന്നുണ്ടോ, മറ്റോടത്ത് ജയിക്കുന്നുണ്ടോ? ഈ ജയവും നിലവാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ടീച്ചർമാരായ റിസൾട്ട് പെർസെന്റേജ് മാത്രമല്ല, ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, അതായത് ഇപ്പൊ സ്മാർട്ട് ക്ലാസ്സസ് പോലെ എന്ത് ക്ലാസ്സും ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പരീക്ഷ, നമ്മള് ഇതൊരിക്കലും ഒരു സർക്കാർ ജനങ്ങൾക്ക്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇത്ര റുപ്യ പെൻഷൻ കൊടുത്തു, ഇത്ര റുപ്യ മറ്റെത്ര അരി വെറുതെ കൊടുത്തു, അതിനേക്കാൾ ഉപരി എത്ര പേർക്ക് ജീവിതമാർഗം കൊടുത്തു എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം. പെൻഷൻ കൊടുക്കണം, വേറൊരു നിവൃത്തിയില്ലെങ്കിൽ പെൻഷൻ കൊടുക്കണം, തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. പക്ഷെ തൊഴിൽ കൊടുത്തതാണ് നമ്മൾ നേട്ടം പറയേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായതാണ് നേട്ടം പറയേണ്ടത്. നമ്മുടെ വികസനം, നമ്മൾ ഉൽപ്പാദനം കൂട്ടിയതാണ് നമ്മുടെ നേട്ടം പറയേണ്ടത്. അതിന് പകരമാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. SLC റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ എന്തോ മഹിമോണ്ട് കേരളത്തിൽ 99.99% പാസ്സായി എന്നുള്ള ക്രെഡിറ്റാണ് അടിച്ചെടുക്കാൻ നോക്കുന്നത്. ഇതിന്റെ നിലവാരം എന്താ? ഒരു +1 ക്ലാസ്സിൽ പോയിട്ട് SLC പാസ്സായ കുട്ടികളുടെ നിലവാരം ചിന്തിക്കും. നമ്മുടെ കുട്ടികൾ മോശമൊന്നുമല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും പാസ്സാകുന്നവർക്ക് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ ആയാലും മതി, അവർ പാസ്സാകുന്നവർക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നല്ല വിവരമുള്ള കുട്ടികളാണ്. പക്ഷെ ടീച്ചർമാർക്ക് എന്താ ധാരണ? വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവരെ ഒന്ന് അങ്ങോട്ട് തള്ളിയിട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. മിനിമം തോറ്റു കഴിഞ്ഞാൽ ആ സ്കൂളുകാർ മാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തോൽക്കാണ്ടിരിക്കാൻ കോപ്പി അടിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഉണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അങ്ങനെ എങ്ങനെയായാലും വേണ്ടിയില്ല ഒന്ന് പാസ്സായി പോരട്ടെ. ഇതിൻ്റെ ഒന്നും മഹിമയിലല്ല നമ്മൾ പറയേണ്ടത്. ഇത് വേണം, പക്ഷേ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് കാരണം അതിനെപ്പറ്റി പിന്നിലേക്കായോ അതൊരു സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മഹിമയായിട്ടോ ഒക്കെ വാഴ്ത്തുമ്പോൾ നമുക്ക് വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ല എന്നുള്ളതാണ് സത്യം. ഇന്നൊക്കെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ അവിടങ്ങളിൽ ഇത്ര മതി, ബാക്കിയുള്ളവർ അവർ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടാകും. ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് കക്ഷത്ത് വെച്ച മലയാളി മാത്രമാണ് മിടുക്കൻ എന്ന് പറയണോ? അത് അവനവന് വേണ്ടി തൊഴിൽ ഒരു നിശ്ചിത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തൊഴിലിന് പോകുന്നവരൊക്കെ വിഡ്ഢികളാണെന്ന് പറയാൻ പറ്റുമോ? ഈ സർട്ടിഫിക്കറ്റ് വെച്ച് തെക്കോട്ട് മടക്കോട്ട് നടക്കാനും ആത്മഹത്യ ചെയ്യാനും ക്രിമിനൽ ആകാനും കഞ്ചാവ് അടിക്കാനും ആണ് ഇവർ പോകുന്നതെങ്കിൽ നമ്മൾ ആ തലമുറയോട് ഉത്തരം പറയണ്ടേ? അവരതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തൊഴിലിൻ്റെ മാഹാത്മ്യം പഠിപ്പിച്ചിട്ടുണ്ടോ? കേരളം പറഞ്ഞത് തൊഴിലെടുക്കുക പറഞ്ഞാൽ മോശമെന്നാണ്. കേരളത്തിൽ തൊഴിലെടുക്കുന്നത് മോശമാണ്. കാരണം മുതലാളിയോട് യുദ്ധം ചെയ്യേണ്ടവനാ ഇവൻ. മുതലാളി ചൂഷണം ചെയ്യുന്നവനാണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ. തൊഴിലിനെ അന്തസ്സായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് പണിയെടുക്കുന്നത് മോശമാണ്. മറ്റത് നമ്മൾ ദീർഘകാലം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നത് അതാണ്. ചേറ്റുപാട്ട് പാടില്ല ഞങ്ങൾ, കൊയ്ത്തുപാട്ട് പാടില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ സമരം ചെയ്തത്. ഞങ്ങൾ അവർ പാടി ആനന്ദിച്ച് ചെയ്തിരുന്നതാ. ഇപ്പൊ ബംഗാളി വന്നിട്ടാ കൊയ്യുന്നത്. അല്ല, ഇപ്പൊ ബംഗാളി വന്നിട്ടാ കൊയ്യുന്നത് അല്ലേ? അപ്പൊ ഈ തൊഴിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പറ്റില്ല. കൃഷിപ്പണി നമുക്ക് പറ്റില്ല. കേരളത്തിൽ തൊഴിലില്ലാത്തവർ ഒരുപാടുണ്ട്. തൊഴിലില്ലായ്മയല്ല, തൊഴിലെടുക്കായികയാണ്. ഇതേ കേരളത്തിലാണ് വന്നിട്ട് ബംഗാളിയും ഒറീസക്കാരനും ഒക്കെ ലക്ഷങ്ങൾ വന്നിട്ട് തൊഴിലെടുത്ത് പോകുന്നത്. കാരണം നമ്മൾ കൊടുത്തൊരു സന്ദേശം ഈ തൊഴിലുകളൊക്കെ മോശമാണ്. ഇതിൽ കുറഞ്ഞ വരുമാനം കിട്ടിയാലും കസേരയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കും. അന്തിയോളം കടയിൽ നിന്നാൽ 3000 റുപ്യൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് അവർക്ക് ബസ്സൂലിക്കും ചോറിനും തികയില്ല. പക്ഷേ 3000 റുപ്യക്ക് അവിടെ നിൽക്കും. പാടത്ത് പണിയൊക്കെ അല്ലെങ്കിൽ അവന് പണിക്ക് പോയാൽ 1000 റുപ്യ കൂലിയുണ്ട്, 1000-ൽ ചെല്ലാൻ. പക്ഷെ ഇത് മോശമായിട്ടാണ്. അത് കമ്മ്യൂണിസം ഉണ്ടാക്കിയ തകരാറാണ് ഇവിടെ. ഇതൊരു അടിമത്തമാണെന്നും ഇത് ലോ ക്ലാസ് ആണെന്നും ഇതാണ് ശൂദ്രത്വമെന്നും ഒക്കെ പഠിപ്പിച്ച് വശായിട്ട് അവർക്ക് സ്വയം ഒരു അപകർഷതാബോധം തോന്നാണ് ഈ തൊഴിൽ ചെയ്യാൻ. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയും വരുമാനമില്ലാത്ത തൊഴിലുകൾക്ക് അന്തസ്സുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതാരാണെങ്കിലും, ഞാനാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും മറ്റുള്ളവരുടെ മക്കളാണെങ്കിലും നമ്മളൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിലും മാനസികാവസ്ഥ അതായി മാറിയിട്ടുണ്ട്. അത് ഈ തൊഴിലിനോടുള്ള ഡിസ്പാരിറ്റി ആണോ? അത് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി പണ്ടത്തെ കാലത്ത് ഈ മുതലാളിത്തം, തൊഴിലാളിത്വം, അടിമത്വം ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് അതിനെയൊക്കെ പൊളിച്ചടുക്കി മുതലാളി തൊഴിലാളി എന്നില്ല, എല്ലാവരും ചെയ്യുന്നത് ജോലിയാണ്, ആ ജോലിക്ക് ഒരു മഹാത്മ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടല്ലേ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. രണ്ടും ഇല്ലേണ്ടേലോ, മുതലാളി തൊഴിലാളി ഇല്ലേണ്ടേലോ. ഇവിടെ മുതൽ മുടക്കാനും ആരും തയ്യാറല്ല, തൊഴിലെടുക്കാനും ആരും തയ്യാറല്ല. ഇവിടുത്തെ വ്യവസായികളൊക്കെ വേറെ എവിടെയെങ്കിലും പോയി വ്യവസായം തുടങ്ങും. കാരണം അതിനനുകൂലമായൊരു സാഹചര്യം ഇവിടെ ഇല്ല. ഇന്ന് വ്യവസായം തുടങ്ങിയാൽ നാളെ കൊടി കുത്തണം, അല്ലെങ്കിൽ പിന്നെ എന്ത് കേരള. അതുകൊണ്ട് 10 റുപ്യോളം ഇവിടെ വ്യവസായത്തിന് ഇറക്കണില്ല. അതേമാതിരി തന്നെ ഇവിടെ തൊഴിലെടുക്കാൻ, ഇവിടെ ഇതേക്കാൾ മോശമായ തൊഴിൽ കേരളം വിട്ടാൽ പോയിട്ട് എടുക്കും ആളുകൾ.
അപ്പൊ തൊഴിലാളി മുതലാളി ഇല്ലാത്ത വിപ്ലവമാണ് നമ്മൾ നടത്തിയത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കി. പക്ഷേ വയലിൽ കൊയ്യാനൊന്നുമില്ല. ഈ അരിവാളും കൊണ്ട് പോയാൽ കാട്ടുപുല്ലല്ലാണ്ട് ഒരു സാധനം കൊയ്യാനില്ല. കൃഷി ഇറക്കണുണ്ടോ പാടങ്ങളിൽ? വല്ല കുട്ടനാട്ടിലെ പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങളിലോ കുറച്ച് കൃഷിയുണ്ട്, ബാക്കി എവിടെയുള്ളത്? അപ്പൊ നമ്മുടെ വിപ്ലവം തല തിരിഞ്ഞു പോയി, അമ്പേ പരാജയപ്പെട്ടു പോയി. ആ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ല. അധ്വാനിച്ച് ജീവിക്കണവനെ നോക്കിയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തും. അവർ കോണ കൊടുത്തിട്ട് ചാണകം തിന്നിട്ട് ഗോമൂത്രം കുടിച്ചിട്ട്, അവൻ ചാണകം തിന്നിട്ടും ഗോമൂത്രം കുടിച്ചിട്ടും കോണ കൊടുത്തിട്ടും പണിയെടുത്തോണ്ട് അവിടെ ഉള്ളൊരു ഉണ്ണണ്. അല്ലെങ്കിൽ മറ്റേ വെച്ചാ വേകാത്ത തിന്നാ ദഹിക്കാത്ത കമ്മ്യൂണിസം മാത്രമേ തിന്നാണ്ടാവുള്ളൂ. അവരുടെ അധ്വാനം, അവരുടെ വിയർപ്പാണ് നമ്മൾ കഴിക്കണത്. ഇവിടെ വിയർപ്പിനെ വലിയ മോശമായിട്ട് കണ്ടു. അതുകൊണ്ട് വിയർപ്പ് ഒഴുക്കണ ഒരു ജോലിയും നമ്മൾ ചെയ്യില്ല. മറ്റുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നമ്മൾ അവരെ കുറ്റം പറയും. അവർക്ക് അന്തസ്സില്ല, അവർ ചാണകമാണ്, അവർ ഗോമൂത്രമാണ്, അവർക്ക് മറ്റതില്ല മറിച്ചതില്ല, അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവർ വെയിൽ കൊള്ളുകയാണ്, നമ്മളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവർ കോണ കൊടുക്കുകയാണ്. അതാണ് സത്യം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി. അതായത് ഇപ്പം ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു 30 വർഷത്തോളം കേരളത്തിൽ മാത്രം പഠിച്ച, വേറെ ഒരു സ്ഥലത്തും പോയി പഠിക്കാത്ത, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല എൻ്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ കളിക്കുന്നതോ ചിരിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ആയിട്ടുള്ള ആൾക്കാർ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അങ്ങനെ ഒരു ആലോചനയില്ല. ഞാൻ എല്ലാ ആരാധനാലയങ്ങളും ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ ജാതിയോ മതമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാതിയോ മതമോ പറയില്ല, ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഞാൻ കേരളീയനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ നാടാണ് ആറ്റുകാല് പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ പൊങ്കാല നടക്കുമ്പോൾ മുസ്ലിം സഹോദരന്മാർ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ഫുഡും അതും നോമ്പ് സമയമായിട്ട് പോലും കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഇപ്പോൾ റീസെൻ്റ്ലി അത് മുത്തപ്പൻ പള്ളികളിലും പോയി അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം പോലൊരു തലസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലവും പള്ളിയും തമ്മിൽ, ഒരു മുസ്ലിം പള്ളിയും തമ്മിൽ ഒരു മതിലിന്റെ ഗ്യാപ്പാണ്. അതിന്റെ നേരെ തളിയിൽ പോവും, മലപ്പുറം ജില്ലയുടെ തളിയില്. കഥ വേറെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലൊരു നാട്ടില് ജീവിക്കുന്നതിൽ, അവിടെ ഇപ്പോഴും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ, എനിക്ക് ഇത്രയും നല്ല സൗഹൃദങ്ങൾ ഉള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും ഇപ്പൊ ടീച്ചർ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ടീച്ചർ അതിലൊന്നും അഭിമാനം കൊള്ളുന്നില്ല എന്നൊരു രീതിയിലാണ് ഇത് നമുക്ക് മാത്രമാണ് എന്ന് അഹങ്കരിക്കുന്നിടത്താണ് പ്രശ്നം. നമ്മൾ എന്താ ധരിക്കുന്നത്? ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ സൗഹൃദങ്ങളില്ല എന്നാണോ? ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ തമ്മിൽ സഹായിക്കുന്നില്ല എന്നാണോ? ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള മസിൽ വിരിക്കുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ പർവ്വതീകരിക്കും. അല്ല, ഒട്ടും അഹങ്കാരം വേണ്ട. അത് മനുഷ്യ സഹജമാണ്. ഞാൻ പഠിച്ചത്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ഹിന്ദു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ 10ാം ക്ലാസ്സിൽ, 8, 9 ക്ലാസ്സുകളിലൊക്കെ കുറച്ചുകൂടെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ ഒരു ഹിന്ദു കുട്ടി, 56 പെൺകുട്ടികളുള്ള ക്ലാസ്, 55 മുസ്ലിം കുട്ടികൾക്കിടയിൽ ഒരൊറ്റ പെൺകുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ആ സമൂഹത്തെ അറിയാം, അവരുടെ സൗഹൃദം അറിയാം, ഞങ്ങൾ അവർ തമ്മിലുള്ളത്. ഇപ്പോഴും ആ സൗഹൃദമൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ സൗഹൃദമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അവകാശങ്ങളും അവസരങ്ങളും പറയണത് നമ്മൾ. ഇതൊന്നും സമാജമല്ല തരാത്തത്, സമാജങ്ങൾ തമ്മിലല്ല പ്രശ്നം, രാഷ്ട്രീയക്കാരും സംഘടനകളുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ സമാജം തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞാനൊരു മുസ്ലിം ഭൂരിപക്ഷ സ്കൂളിലാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചത്. മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഹിന്ദു. ആ സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഞാൻ താമസിക്കുന്ന ചുറ്റും മുസ്ലിങ്ങളുള്ള ഏരിയ. എൻ്റെ വീടും എൻ്റെ മക്കളുടെ വീടും മാത്രമാണ് അവിടെ ഹിന്ദു എന്ന് പറയുന്നത്, തുരുത്തുപോലെ. അതിൻ്റെ ചുറ്റും മുസ്ലിങ്ങളാണ്. ഓണവും പെരുന്നാളും പങ്കുവെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നേർച്ചയ്ക്ക് ആന വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ടുവരിക, അവിടെ വെച്ചിട്ടാണ് കുളിപ്പിക്കുക, അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. ഇതിലൊന്നും ഒരു തരത്തിലുള്ള വ്യത്യാസം ഞങ്ങളാരും തമ്മിലില്ല. ഇതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കേണ്ടതല്ല. ഇതൊന്നും പണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കാണ്ട് തന്നെ ചെയ്തിരുന്നു നമ്മൾ തമ്മിൽ. ഇപ്പൊ ഇതൊക്കെ ക്യാമറയ്ക്ക് വേണ്ടി ആയിപ്പോയി. നമ്മൾ നോമ്പ് കാലത്ത് നമ്മൾ വെള്ളം കൊടുത്തു എന്നോ അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ഭക്ഷണം കൊടുത്തു എന്നോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് ഇന്ന് കേരള സ്റ്റോറി എന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നശിപ്പിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. കാരണം അവർ ചിലർ ചെയ്യുന്നതിനെ അംഗീകരിക്കുകയും ചിലരെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ അവകാശങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ ആ രാഷ്ട്രീയമാണ് പറയേണ്ടി വരുന്നത്. ആ രാഷ്ട്രീയമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ സമാജത്തെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ആ സമാജം ഇപ്പോൾ മാപ്പിള ലഹള നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും മാപ്പിള ലഹളക്കാലത്ത് എൻ്റെയൊക്കെ കുടുംബത്തെ സംരക്ഷിച്ചത് മുസ്ലിമാണ്. ഞങ്ങളത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ലഹളക്കാർ വന്നാൽ ഓടിപ്പോയി ഇരുന്നിരുന്നത് മുസ്ലിം. എൻ്റെ അച്ഛമ്മയും അച്ഛൻ്റെ മൂത്ത സഹോദരങ്ങൾ ലഹളയെ അതിജീവിച്ചു വന്നവരാണ്. അവരുടെ ജീവൻ ബാക്കിയത് മുസ്ലിമിൻ്റെ വീട്ടിൽ പോയിട്ട് സുരക്ഷ നേടി ആ മുസ്ലിമിനെ ആരെങ്കിലും പറയുന്നുണ്ടോ? പകരം 21 ഊരിയ കത്തി ഉറയിൽ ഞങ്ങൾ കയറ്റിയിട്ടില്ല എന്ന് പറയുന്ന മുസ്ലിമിനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത്. മറിച്ച് മറ്റേ മുസ്ലിമിൻ്റെ കാര്യം പറയട്ടെ.
സംരക്ഷിച്ച മുസ്ലിമിന്റെ കാര്യം പറയട്ടെ, വാര്യംകുന്നനല്ല ഹീറോ, ഈ സംരക്ഷിച്ചവനാണ് മതേതരത്വത്തിന്റെ ഹീറോ. നേരെ മറിച്ച് വാര്യംകുന്നനെ ഹീറോ ആക്കുമ്പോൾ ഇതാ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ചവനാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഹീറോ എന്ന് പറയുമ്പോൾ അനുഭവിച്ച ഞങ്ങളൊക്കെ എന്ത് പറയണം? അപ്പൊ ഇത് ഇവിടെ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നതാണ്. ഇവിടെ സമാജം തമ്മിൽ ഒരു ഭിന്നത ഇവിടെയില്ല, ഉത്തരേന്ത്യയിൽ ഇഷ്യൂ ബേസ്ഡ് ആണ് ഓരോന്നും. ഇഷ്യൂ ബേസ്ഡ് ആണ്. പശു അവർക്ക് വികാരമാണെങ്കിൽ ആ പശുവിനെ കട്ടുകൊണ്ട് പോവുകയോ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്താൽ അവർ പ്രതികരിച്ചിരിക്കുക. ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ മടിയില്ലാത്തവന് അയൽവക്കക്കാരൻ്റെ നെഞ്ചത്തേക്ക് അങ്ങനെ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കുമോ? അത് വിഷയം ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ വൈകാരികമായ ചില വികാര വിക്ഷോഭങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം അന്യോന്യം സഹകരിച്ചും സഹായിച്ചും ഒക്കെ തന്നെയാണ് പോണത്. കേരള പറയുമ്പോൾ നമുക്ക് അപമാനം തോന്നുന്നെങ്കിൽ ഉത്തരേന്ത്യയെ പറയാൻ നമുക്കും അവകാശമില്ല. അവർക്കും അവരുടേതായ അഭിമാനമുണ്ട്. നമ്മൾ അവിടെ പോയി കാര്യങ്ങൾ അറിഞ്ഞല്ല പറയുന്നത്, നമ്മുടേതായ ചില ചിത്രങ്ങൾ ഉണ്ടാക്കി നമ്മൾ പറയുകയാണ്. അവരെല്ലാം മോശം, നമ്മളെല്ലാം ആ ഒരു മസിലിപെരുക്കലുണ്ടല്ലോ, പെരുക്കി 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 സത്യം പറഞ്ഞാൽ വായു പോലും എടുക്കാൻ വയ്യാത്ത കോലത്തിലേക്ക് ഇവിടുത്തെ മതേതരത്വം എത്തിയിട്ടുണ്ട്. ശ്വാസം എടുക്കാൻ പോലും വളരെ സെൻസിറ്റീവായൊരു സ്ഥലത്തിലേക്കാണ്. ഒരു പൈപ്പിൻ്റെ ചുവട്ടുനോറ്റുണ്ടായ വിഷയമാണ് മാറാട് കൂട്ടക്കൊലയിലേക്ക് എത്തിയത്. നിസ്സാരമായ വിഷയമാണ് കൂട്ടക്കൊലയിലേക്ക് എത്തിയത്. 2 മാറാട് സംഭവങ്ങളും അല്ലേ, വളരെ വൈകാരികമായി നേർത്താണ് കേരളത്തിൻ്റെ അവസ്ഥ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവും. ഇതിൻ്റെ ഉത്തരവാദികൾ ഈ മതേതരത്വം പാടി പുകഴ്ത്തിയവരാണ്. കാരണം മതേതരത്വം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ ചവിട്ടി താഴ്ത്തുക. അവർക്ക് ഗണപതി മിത്താണ്, പക്ഷെ ബാക്കിയെല്ലാം സ്വത്താണ്. അങ്ങനെ വരുമ്പോഴാണ് ഹിന്ദുക്കൾ വരെ ഇവിടെ അത്യാവശ്യം വർഗീയമായിട്ട് ചിന്തിച്ചു തുടങ്ങി. മറ്റേ അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ അവർക്കും ചിന്തിക്കേണ്ടി വരുന്നു. അപ്പം അതിൻ്റെ ഉത്തരവാദികൾ ഈ മസിൽ വരിക്കിയവരാണ്. ഒന്ന് മസിൽ വരിക്കൽ, ഒന്ന് ശ്വാസം അഴച്ചു വിടുക. 6 പാക്കിന് പ്രത്യേക സമ്മാനമൊന്നും സർക്കാരിനും ഇതിനും കൊടുക്കില്ല. അതുകൊണ്ട് ശ്വാസമൊക്കെ ഒന്ന് അഴിച്ചു വിട്ട് മനുഷ്യന്മാരായിട്ട് നടന്നാൽ കേരളത്തിലെ എല്ലാ പ്രശ്നവും തീരും. ഈ ബലം പിടിക്കലൊന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ എന്തായാലും ടീച്ചർ ഇത്രയും നേരം എന്താ പറയുക, നമ്മൾ വിശേഷങ്ങൾ പങ്കുവച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. എനിക്കറിയാം ടീച്ചർ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനിടയ്ക്കാണ് നമുക്ക് കുറച്ച് സമയം തന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജാതിയും മതവും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, വർഗീയതയൊന്നും ഇല്ലാത്ത ഒരു നല്ല നാളേക്ക് തന്നെ നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അതിന് അങ്ങനെ തന്നെ ആവട്ടെ നമ്മുടെ ഒരു നാളെ എന്ന് പറയുന്നത്. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.